ടർബോ വൈശാഖിന്റെ സംവിധാനം, മിഥുൻ മാനുവൽ തോമസിന്റെ രചന, മമ്മൂട്ടി, അഞ്ജന ജയപ്രകാശ്, രാജ്ബി ഷെട്ടി, ബിന്ദു പണിക്കർ തുടങ്ങിയവർ അഭിനയിച്ച ടർബോ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് കഥ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടുള്ള ചില പോസ്റ്റുകളൊക്കെ ഞാൻ വായിച്ചായിരുന്നു. ഒരു ക്ലീഷേ പടം എന്ന മട്ടിലുള്ളത്. പക്ഷേ എനിക്ക് മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റിലും മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹൗസിലും വിശ്വാസം ഉണ്ടായിരുന്നു. സോ എന്തെങ്കിലും ഒരു എക്സ് ഫാക്ടർ ഈ പടത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു സ്ഥിരം മാസ് ഹീറോ, പുള്ളിയുടെ ഒരു സ്ഥിരം സെറ്റപ്പ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അമ്മ ക്യാരക്ടർ, അതിനിടയ്ക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ വരുന്നു, പിന്നെ ജീവനും കൊണ്ടുള്ള ഓട്ടം. ഇത്രയുമാണ് ടർബോ എന്ന് പറയാം. സോ ഇതിലെ എക്സ് ഫാക്ടർ ആ വില്ലനും വില്ലന്റെ മാനറിസങ്ങളും പുള്ളി നടത്തുന്ന ക്രൈമുകളും ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ശക്തമായ ഒരു എതിർ ടീം പടത്തിന്റെ കരുത്ത് തന്നെയാണ്. സ്ഥിരം ടെംപ്ലേറ്റിൽ പോകുന്ന കഥയിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മിഥുൻ മാനുവൽ ടച്ച് നൽകുന്ന കുറച്ച് ഹൊറിഫൈങ് എലമെന്റ്സ്, ചില ക്രൈം സീനുകളൊക്കെ ഉള്ളത് പടത്തിന്റെ പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഇപ്പൊ കൊല്ലും, ചാകും, ദേ തീർന്നു എന്നൊക്കെ തോന്നുന്ന ഒരു ഫീലിങ്സ്, ചില ബ്രൂട്ടൽ രംഗങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ഒരു ഭീതിയൊക്കെ ഉള്ളിൽ സൃഷ്ടിച്ചുകൊണ്ട് ഒരു കൊറിയൻ ത്രില്ലർ സ്വഭാവം അവിടെ ഇവിടെയൊക്കെ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊള്ളാം. പടം മൊത്തത്തിൽ മുഷിപ്പിക്കില്ല കേട്ടോ. നമുക്കിങ്ങനെ കണ്ടിരിക്കാം. നല്ല ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ചിലയിടങ്ങളിലൊക്കെ ഒന്ന് പതുങ്ങുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് വളരെ എൻഗേജിംഗ് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. വൈശാഖിന്റെ ചില ഷോർട്ട് സെലക്ഷൻ ഒക്കെ സൂപ്പറാണ്. പ്രത്യേകിച്ച് ആ ഒരു ഓപ്പണിംഗ് സീൻസ് ഒക്കെ കിടുവായിരുന്നു. അതുപോലെ ഈ പ്രായത്തിൽ മമ്മൂട്ടി ഇതുപോലെയുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തെ സമ്മതിക്കാതെ പറ്റുകയില്ല. ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു സ്ഥിരം പാറ്റേണിലുള്ള ഒരു കഥാപാത്രമാണ് ഇതിലെ ടർബോ ജോസ്. സോ പുള്ളിക്ക് ഇത് ഒരു ജസ്റ്റ് പീസ് ഓഫ് കേക്ക് ആണെന്ന് പറയാം. കൊടുത്ത പണി പുള്ളി നല്ല വെടുപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ലുക്ക് വൈസും ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ എനിക്ക് അവിടെയൊക്കെ ഫീൽ ചെയ്തു. രാജ്ബി ഷെട്ടിയുടെ വില്ലൻ കഥാപാത്രം വളരെ സ്ട്രോങ് ആയിരുന്നു. ഈ അടുത്ത കാലത്ത് കിട്ടിയ ഒരു കിടിലൻ വില്ലൻ എൻട്രി ആയിരുന്നു ഈ പടത്തിൽ രാജ്ബി ഷെട്ടിക്കുള്ളത്. ബിന്ദു പണിക്കരുടെ അമ്മ ക്യാരക്ടറും സൂപ്പർ ആയിരുന്നു. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് ബിന്ദു പണിക്കർ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പല്ല് അങ്ങനെ കാണിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്തിനായിരുന്നു അത്? അഞ്ജന ജയപ്രകാശിനും മമ്മൂട്ടിക്കൊപ്പം തന്നെ സ്ക്രീൻ സ്പേസ് പടത്തിലുണ്ട്, പ്രാധാന്യമുണ്ട്. സുനിലിന്റെ കഥാപാത്രം പക്ഷേ നല്ല ബോറായിട്ടാണ് തോന്നിയത്. ശബരീഷ് വർമ്മ, ദിലീഷ് പോത്തൻ, നിരഞ്ജന അനൂപ്, പിന്നെ കുറെ തമിഴ് താരങ്ങൾ, അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ പടത്തിലുണ്ട്. ക്രിസ്റ്റോ സേവിയറിന്റെ കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റുകളിൽ ഒന്ന് തന്നെയാണ്. ടർബോ ആണല്ലോ, ആ ഒരു വണ്ടി ഇരപ്പിക്കുന്ന സ്റ്റൈലുള്ള ആ ഒരു BGM അത് എടുത്തു തന്നെ പറയണം. സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് പടത്തിന്റെ വലിയ പോസിറ്റീവുകളിൽ ഒന്ന്. വിഷ്ണു ശർമ്മയാണ് ക്യാമറ, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്. ഇനി നെഗറ്റീവ് പറഞ്ഞാല് ഒട്ടും പുതുമയില്ലാത്ത വളരെ ക്ലീഷേ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്. ഏത് കൊച്ചുകുട്ടിക്ക് വേണമെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു ഇതിന്റെ കഥ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടുള്ളത്. അതിലൊന്നും 5% പോലും വ്യത്യാസം ഇതിലില്ല. മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. പക്ഷേ പുള്ളി ഇങ്ങനെ വർഷത്തിൽ 5-6 സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം നല്ല നിലവാര തകർച്ച കാണുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മിഥുന്റെ സ്ക്രിപ്റ്റിലുള്ള വിശ്വാസം പ്രേക്ഷകർക്ക് നഷ്ടപ്പെടും, ഷുവറാണ്. സോ ടൈം എടുത്ത് പുള്ളി വർഷത്തിൽ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഒരു ടെംപ്ലേറ്റ് കഥയാണെങ്കിൽ പോലും ഒരു വാവ് ഫാക്ടർ ഒക്കെ നൽകി നമ്മളെ ഞെട്ടിപ്പിക്കാമായിരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് പടത്തിലുണ്ടായിരുന്നു. അതിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇലവേറ്റ് ചെയ്യാവുന്ന കുറെ മൊമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്ത പോലെയാണ് തോന്നിയത്. ഇതിപ്പോ ഫാൻസുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് ഒരുക്കിയ ഒരു ടെംപ്ലേറ്റ് ആക്ഷൻ മസാല പടം. അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കില്ലിംഗ് സീൻസ് അല്ലെങ്കിൽ ചില ഹൊറിഫൈങ് എലമെന്റ്സ് ഒക്കെ ചേർത്തു എന്ന് മാത്രം. ഇനി സ്ക്രിപ്റ്റ് പോട്ടെ, ആക്ഷൻ കിടുവായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. ലാസ്റ്റ് ഒരു കിടുക്കൻ ചേസിംഗ് സീനൊക്കെ ഉണ്ട് കേട്ടോ, അത് കൊള്ളായിരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടി മാക്സിമം മാസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ആക്ഷൻ സീൻസ് കാണുമ്പോൾ ഒന്നും ഒരു പഞ്ചില്ലാത്ത പോലെയാണ് തോന്നിയത്. പല ആക്ഷൻ രംഗങ്ങളും ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. ഇപ്പൊ ലോജിക് ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ പോലും ആക്ഷൻസ് ഒട്ടും ഇഫക്റ്റ് നൽകിയില്ല എന്നുള്ളതാണ് സത്യം. പടം ആക്ഷൻ കോമഡി ആണെങ്കിലും പല കോമഡിയും നല്ല ബോറടിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. ടൈലൻഡിലൊക്കെ ഒരു സർപ്രൈസിങ് ഐറ്റം ഒക്കെ കൊണ്ടുവന്നത് ഭയങ്കര പുതുമയായിട്ട് വല്ലതും കൊണ്ടുവന്നതാണെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇതെന്താ ഇനി LCU പോലെ വല്ല VCU ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സോ ആകെ മൊത്തം ടോട്ടലിൽ ചുരുക്കത്തിൽ വൈശാഖും ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറും ചേരുമ്പോൾ എന്താണ് സംഭവിക്കുക, അത് തന്നെയാണ് ടർബോയിലും ഉണ്ടായിട്ടുള്ളത്. ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് മാസ് ആക്ഷൻ മസാല പടം. ഞാൻ ഇതിന് 3/5 റേറ്റിംഗ് നൽകും. ഒരു ആവറേജ് അനുഭവം മാത്രമായിരുന്നു എനിക്ക് ടർബോ. എന്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക്. സോ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുമല്ലോ. ഇത് ടർബോ അല്ല, ടെംപ്ലേറ്റ് ആണ് ബ്രോ.